കഴിഞ്ഞ മാസമാണ് താനൊരു ഇടവേള എടുക്കുകയാണെന്ന പ്രഖ്യാപനവുമായി ഗായകൻ ഡാപ്സി രംഗത്ത് വന്നത്. വ്യക്തിപരമായ വളർച്ചയ്ക്കും ക്രിയേറ്റിവിറ്റിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുമായി ഇടവേള എടുക്കുന്നുവെന്നാണ് ഡാപ്സി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത്. ഇത് വെറുമൊരു ഇടവേള എടുക്കൽ മാത്രമല്ല, ഒരു ചുവട് പിന്നോട്ട് വെക്കുന്നത് പുതിയ ആശയങ്ങളുമായി തിരികെ വരാനും റീചാർജ് ആവാനും പുതിയ പ്രചോദനങ്ങൾ കണ്ടെത്തി തിരിച്ചു വരാൻ എന്നെ സഹായിക്കും. മുന്നിലുള്ള സാധ്യതകളെക്കുറിച്ച് ഞാൻ ആവേശഭരിതനാണ്. അത് നിങ്ങളുമായി പങ്കുവെക്കാൻ തിടുക്കമായി. നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി. ഉടൻ വീണ്ടും കാണാം. ഇതായിരുന്നു ഡാപ്സി ആ പോസ്റ്റിൽ പറഞ്ഞത്. തല്ലുമാല എന്ന സിനിമയിലെ മണവാളൻ തഗ് എന്ന ഗാനത്തിലൂടെ മലയാളം റാപ്പിൽ സ്വന്തമായി ഇടം കണ്ടെത്തിയ ആളാണ് ഡാപ്സി. മണവാളൻ തഗ്, ഇല്ലൂമിനാറ്റി, വട്ടേപ്പം, വല്ലാത്ത ജാതി, മലബാറി ബാങ്കർ തുടങ്ങിയ ഡാപ്സിയുടെ പാട്ടുകൾക്ക് കേരളത്തിനകത്തും പുറത്തും ആരാധകരുമുണ്ടായിരുന്നു. പിന്നീട് സൂപ്പർ ഹിറ്റായ ഉണ്ണി മുകുന്ദൻ ചിത്രമായ മാർക്കോയിലെ ബ്ലഡ് എന്ന ഗാനം പാടിയതുമായി ബന്ധപ്പെട്ട് ഡാപ്സിക്കെതിരെ വലിയ വിമർശനങ്ങളും ഉയർന്നിരുന്നു. പാട്ടിന് ഡാപ്സിയുടെ ശബ്ദം യോജിക്കുന്നില്ലെന്ന രൂക്ഷമായ വിമർശനത്തെ തുടർന്ന് അതേ പാട്ട് KGF ഫെയും സന്തോഷ് വെങ്കി ആലപിച്ച ഗാനത്തിന്റെ മറ്റൊരു പതിപ്പും അണിയറ പ്രവർത്തകർ പുറത്തിറക്കിയിരുന്നു. സന്തോഷ് വെങ്കിയുടെ ആ പാട്ടിന് ഗംഭീര റെസ്പോൺസാണ് ലഭിച്ചത്. ഇതിനൊക്കെ ശേഷം ഒരാഴ്ച മുമ്പായി ഡാപ്സി സൗദിയിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നു. എന്നാൽ പ്രതീക്ഷിച്ച പോലുള്ള പ്രതികരണമല്ല ദമാമിലെ മലയാളികളിൽ നിന്നും ഉണ്ടായത്. പൊതുവെ സ്റ്റേജ് ഷോകൾ സൗദിയിൽ നടക്കുമ്പോൾ വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ മലബാർ എന്ന പ്രയോഗം കുത്തിക്കയറ്റിയാൽ കയ്യടി നേടാമെന്ന പാട്ടുകാരുടെ ഒരു മിഥ്യാധാരണ കൂടി അവിടെ തകർന്നു വീഴുകയായിരുന്നു. യാതൊരു സംഗീത പ്രാധാന്യവുമില്ലാതെ തീർത്തും വികലമായി മലബാർ എന്ന് ഉച്ചത്തിൽ പാടുകയും പിന്നീട് മലബാർ ഇർ 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 എന്ന് വലിച്ചു നീട്ടി റിപ്പീറ്റ് ചെയ്യുകയും ചെയ്തതോടെ വേദിയിൽ കൂവലുകൾ ഉയർന്നു. വെറുതെ കൂക മാത്രമല്ല, ഓർഡ എന്നാണ് പലരും വിളിച്ചു പറഞ്ഞത്. പിന്നീട് സോഷ്യൽ മീഡിയയിൽ വന്ന ഈ വീഡിയോയിലും 99% ആളുകളും വളരെ രൂക്ഷമായാണ് പ്രതികരിച്ചത്. ചങ്ങാതി, മലബാർ ഖൽബാണ് കൽക്കണ്ടമാണ് എന്നൊക്കെ വിളിച്ചിട്ട് കാര്യമില്ല. നല്ലതാണെങ്കിൽ ചങ്കെടുത്ത് തന്ന് ഞങ്ങൾ കൂടെ നിൽക്കും. പക്ഷേ നന്നായില്ലെങ്കിൽ ഓർഡ എന്ന് തന്നെ പറയും. അതാണ് മലയാളികൾ. ഇനിയെങ്കിലും നല്ല ഈണത്തിലുള്ള മലബാർ പാട്ട് പാടാൻ നോക്കണം. നിന്റെ ആദ്യത്തെ പാട്ടുകൾ നന്നായിരുന്നു, അതുപോലെയുള്ള പാടാൻ നോക്ക് എന്നാണ് കുറെ ആളുകൾ പറയുന്നത്. ഇവനെ ഇനി സൗദി കാണിക്കില്ല എന്നും അവിടുത്തെ പ്രവാസികൾ പറയുന്നു. അവരെ പ്രത്യേകിച്ച് മലബാറുകാരെ ആ പ്രോഗ്രാം അത്രയ്ക്ക് വെറുപ്പിച്ചു എന്നാണ് പറയുന്നത്. അഹങ്കാരം മൂത്താൽ കൂവലല്ല, അതിന്റെ അപ്പുറം സംഭവിക്കും. അത് എപ്പോഴും ഓർമ്മയിൽ ഇരുന്നോട്ടെ എന്നും ചിലർ പറയുന്നുണ്ട്. ഏതെങ്കിലും ലഹരിയൊക്കെ വലിച്ചു കയറ്റി ഉള്ള കഴിവുകൾ നഷ്ടപ്പെടുത്തരുത്. നല്ല സമയത്ത് നല്ല പ്രായത്തിൽ പാട്ടിൽ കൂടുതൽ ശ്രദ്ധിക്കുക. പണവും പ്രശസ്തിയും വരുമ്പോൾ മതിമറക്കരുതെന്നും ചിലർ ഉപദേശിക്കുന്നുണ്ട്. സൗദി അറേബ്യ പോലുള്ള ഒരു ഗൾഫ് രാജ്യത്ത് പാടാനെത്തുന്ന ഒരു മലയാളിയെ കൂവി ഓടിക്കണമെങ്കിൽ അവർക്ക് എത്രമാത്രം ഇഷ്ടക്കേട് ഉണ്ടായി എന്നതും കൂടി ചിന്തിക്കുക. സാധാരണ രീതിയിൽ മലബാർ എന്ന വാക്കിൽ തന്നെ കയ്യടികൾ വരേണ്ടതാണ്. എന്നാൽ ഡാപ്സി കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ മലബാറുകാർക്ക് തന്നെ സഹിക്കാൻ കഴിയാത്ത രീതിയിലായിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിന്റെ തെളിവാണ് ദമാമിൽ മുഴുങ്ങിക്കേട്ട ഓർഡ എന്ന കൂക്കിവിളി.